ഹായ് ഫ്രണ്ട്സ്, ടീസ്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് ക്യാമറകളുടെ തന്നെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു DSLR ക്യാമറയാണ്, ഇതൊരു മിറർലെസ് ക്യാമറയാണെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഈ DSLR, എന്താണ് ഈ മിറർലെസ്, എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ DSLR എന്താണ് DSLR, അതിൻ്റെ പൂർണ്ണരൂപത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്സ് എന്നാണ് DSLRൻ്റെ പൂർണ്ണരൂപം എന്ന് പറയാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ SLR ആണ് DSLR എന്ന് പറയുന്നത്. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്ത് വരുന്ന ക്യാമറയാണ് നമ്മൾ SLR എന്ന് പറയുന്നത്. ഫിലിം ഇട്ട് ഉപയോഗിക്കുന്ന ക്യാമറയാണ് SLR എന്ന് വിളിക്കുന്നത്. SLR എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെൻസ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാമറയുടെ മെക്കാനിസം നമ്മൾ ഈ ഒരു ഡിജിറ്റലി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ DSLR എന്നുള്ളൊരു ക്യാമറയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ SLR ക്യാമറകളിൽ ഫിലിമാണ് നമ്മൾ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ DSLRൽ നോക്കുകയാണെങ്കിൽ ഇമേജ് സെൻസറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ഇമേജ് സെൻസറുകളാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് DSLR എന്നുള്ളൊരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. DSLR ക്യാമറകളുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് സാധിക്കും. SLR ക്യാമറയുടെ അതേ മെക്കാനിസം, സിംഗിൾ ലെൻസ് റിഫ്ലക്സ് എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം മാത്രമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ SLRൽ നിന്ന് DSLRലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെക്കാനിസം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് DSLR ക്യാമറയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ DSLR ക്യാമറയുടെയും മിറർലെസ് ക്യാമറയുടെയും മെക്കാനിസത്തെ കുറിച്ച് നോക്കാം. DSLR ക്യാമറയുടെ ആദ്യം പറയാം, അതിനുശേഷം മിറർലെസ് ക്യാമറയുടെ പറയാം. ISO കുറച്ചിട്ടുണ്ട്, അതാണ് കുറച്ച് ലൈറ്റ് കുറഞ്ഞത് സ്ക്രീനിൽ നേരെ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കാണുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നിട്ടുള്ളത് DSLR ക്യാമറയാണ്, റൈറ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ മിറർലെസ് ക്യാമറയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് DSLR ക്യാമറയുടെ പാർട്സ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മെക്കാനിസത്തിൽ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കി നോക്കാം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് വന്നിട്ട് നമ്മുടെ ലെൻസാണ്. ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുന്ന ലെൻസുകളൊക്കെ തന്നെയാണ്. സാധാ ലെൻസാണ് ഫസ്റ്റ് വന്നിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ റിഫ്ലക്സ് മിറർ എന്ന് വിളിക്കും. അതാണ് റിഫ്ലക്സ് മിറർ എന്നറിയപ്പെടുന്ന ഭാഗം. മൂന്നാമത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ഷട്ടറാണ് മൂന്നാമത്തെ പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഷട്ടർ വന്നിട്ടുണ്ട്, അഥവാ നമ്മുടെ മെക്കാനിക്കൽ ഷട്ടർ വന്നിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ നാലാമത്തെ പാർട്ടായിട്ട് വന്നിട്ടുള്ളത് ഇമേജ് സെൻസറാണ്. ഇമേജ് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് കടന്ന് ആ ലൈറ്റ് ക്യാപ്ചർ ചെയ്ത് അതിനെ ഫോട്ടോയ്ക്ക് തരുന്ന മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് ഇമേജ് സെൻസർ എന്ന് പറയുന്നത്. അറിയുണ്ടാവും, ഇമേജ് സെൻസറാണ് ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇതിനെ നമ്മൾ ഫോക്കസിങ് സ്ക്രീൻ എന്ന് വിളിക്കും. സിക്സ്ത് പാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടൻസർ ലെൻസ് എന്ന് വിളിക്കും. അപ്പോൾ അതാണ് ഫിഫ്ത്ത് പാർട്ടും സിക്സ്ത് പാർട്ടും പറയാനായിട്ട് സാധിക്കും. ഇനി സെവൻത്ത് പാർട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പെൻറ്റാ പ്രിസം എന്നാണ് വിളിക്കുന്നത്. പെൻറ്റാ പ്രിസം അഥവാ 5 സൈഡുള്ള പ്രിസമാണ് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. 8th വൺ വന്നിട്ടുള്ളത് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ. അത്രയാണ് ഇതിൻ്റെ ഒരു ഭാഗങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി മെക്കാനിസത്തെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് നമ്മുടെ വ്യൂ ഫൈൻഡറിൻ്റെ അകത്ത് കൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ആക്ച്വൽ സംഭവം കാണുന്നു. അതെങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കി നോക്കാം. ലൈറ്റ് ലെൻസിലൂടെ കടന്ന് വന്ന് ഈ ഒരു ആംഗിളിൽ തിരിച്ച് വെച്ചിട്ടുള്ള 45 ഡിഗ്രിയിൽ വെച്ചിട്ടുള്ള ഈ ഒരു റിഫ്ലക്സ് മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ടൻസർ ലെൻസിലൂടെയും നമ്മുടെ ഫോക്കസിങ് സ്ക്രീനിലൂടെയും കടന്ന് ഈ ഒരു പെൻറ്റാ പ്രിസത്തിൽ 2 തവണ റിഫ്ലക്റ്റ് ചെയ്ത് നേരെ കിട്ടുന്ന സംഭവമാണ് നമ്മുടെ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിലൂടെ. ആ ഒരു ലൈറ്റാണ് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിൽ എത്തുകയും നമ്മൾ കാണുകയും ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവും, നേരെ ലെൻസ് വഴി വരുന്നു, റിഫ്ലക്സ് മിററിൽ റിഫ്ലക്റ്റ് ചെയ്ത് പെൻറ്റാ പ്രിസത്തിൽ തട്ടി ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിൽ എത്തുന്നു. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്ന കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് പോവും. അതൊന്നുമല്ല, ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മെക്കാനിസം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിഫ്ലക്സ് മിറർ മുകളിലേക്ക് പോകുന്നു, ഈ ഒരു ഷട്ടർ തുറക്കുന്നു, ലൈറ്റ് സെൻസറിൻ്റെ അകത്ത് കയറുന്നു, ഷട്ടർ അടയ്ക്കുന്നു, തിരിച്ച് റിഫ്ലക്സ് മിറർ താഴേക്ക് വരുന്നു. അപ്പോൾ വിത്തിൻ ഒരു 0.0 സെക്കൻഡ്സ് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു പറഞ്ഞ മെക്കാനിസം നടക്കും. കൂടിയ ഷട്ടർ സ്പീഡൊക്കെ തന്നെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മെക്കാനിസം നടക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് കളർ വരുന്നത്. ഈ ഒരു എടുക്കുന്ന സമയത്ത് ആ ഒരു സൈറ്റ് പോകുന്നത് അതാണ് ആക്ച്വലി. അപ്പോൾ അതാണ് DSLR ക്യാമറയുടെ മെക്കാനിസത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് DSLR ക്യാമറയിൽ. ഇനി നമ്മളിതിൻ്റെ ലൈവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈവ് നമുക്കറിയാം, ലൈവ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമറകളായിരിക്കും നമ്മുടെ DSLR ക്യാമറകൾ. ലൈവ് വ്യൂവിൻ്റെ സമയത്ത് നമുക്ക് വ്യൂ ഫൈൻഡറിൻ്റെ അകത്തോടെ നോക്കിയൊരു ബ്ലാക്ക് കളർ മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ DSLR ക്യാമറയുടെ കേസിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൻ്റെ സമയത്ത് ഈ ഒരു റിഫ്ലക്സ് മിറർ മുകളിലേക്ക് പൊന്തുന്നു, അവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. നേരിട്ട് ലൈറ്റ് സെൻസറിലേക്ക് വരുന്നു, അതാണ് ലൈവ് വ്യൂവിൻ്റെ സമയത്ത് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് ലൈറ്റ് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ലൈവ് വ്യൂവിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ലൈവ് വ്യൂവിൻ്റെ സമയത്തുള്ള വർക്കിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി മിറർലെസ് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ആകെ ലെൻസ് ഉണ്ട്, ഷട്ടർ, ഇമേജ് സെൻസർ, ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ. ഇത്ര മാത്രമാണ് ഒരു മിറർലെസ് ക്യാമറയുടെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്സ് കുറവാണ്. മെക്കാനിസം നോക്കുകയാണെങ്കിൽ നേരിട്ട് ലൈറ്റ് ലെൻസിലൂടെ തട്ടി നേരെ നമ്മുടെ ഇതിലേക്ക് വരുന്നു, സെൻസറിലേക്ക് വരുന്നു. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്.
തുടർന്ന് ഈ സെയിം സെൻസറിലേക്ക് വന്ന സാധനമാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നതും അതേ സ്ക്രീനിൽ തന്നെയാണ് നമ്മൾ ഇലക്ട്രോണിക്കലി ഈ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു മെക്കാനിസത്തിൻ്റെ അകത്ത് നമുക്ക് 95% കവറേജ് കിട്ടുള്ളൂ നമ്മൾ പറയാറുണ്ട്. പൊതുവേ 100% കവറേജ് DSLR ക്യാമറകളിൽ അവൈലബിൾ ആവാറില്ല. കാരണം ഇത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു മെക്കാനിസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് 100% കവറേജ് കിട്ടാത്തത്. എന്നാൽ നമ്മുടെ മിറർലെസ് ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നേരിട്ട് വന്ന് ഇതിലേക്ക് സേവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സെൻസർ ക്യാപ്ചർ ചെയ്ത അതേ സാധനമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 100% കവറേജ് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ DSLR ക്യാമറയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിൻ്റെ നമ്മുടെ ഒരു ലൈവ് വ്യൂവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ആകുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ആക്ച്വൽ സാധനമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നല്ല വ്യക്തമായൊരു സീന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വഴി നോക്കുകയാണെങ്കിൽ അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വിഷ്വൽ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. നമ്മുടെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു DSLR ക്യാമറയുടെയും മിറർലെസ് ക്യാമറയുടെയും മെക്കാനിസത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതാണ് DSLR ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മെക്കാനിസം നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നാൽ മിറർലെസ്സിൽ അങ്ങനത്തെ ചൊറ പിടിച്ച പരിപാടികളൊന്നും തന്നെ അല്ല, നേരിട്ട് സെൻസർ വഴിയാണ് വരുന്നത്. ലെൻസ് കൂടെ നേരെ സെൻസറിലേക്ക്, വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും തന്നെ നമ്മുടെ മിറർലെസ് ക്യാമറയില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ് മിറർലെസ് ക്യാമറയിൽ വന്നിട്ടുള്ളത്. സോ അത്രയാണ് ഇതിൻ്റെ മെക്കാനിസത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ DSLR ക്യാമറയും മിറർലെസ് ക്യാമറയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അതായിട്ട് നമുക്ക് ഇതിൻ്റെ സൈസും വെയിറ്റും അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഡയമെൻഷൻസ് ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിറർലെസ് ക്യാമറകൾക്ക് DSLR ക്യാമറകളേക്കാൾ സൈസ് വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞപ്പോൾ ഈ ഒരു മെക്കാനിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് പെൻഡാപ്രിസം, പിന്നെ അങ്ങനെ കണ്ടൻസർ ലെൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ DSLR ക്യാമറയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അതിനൊക്കെ തന്നെ ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നതിന് എങ്ങനെ പോയാലും ഒരു മിനിമം കുറച്ചധികം സ്പേസ് വേണ്ടിവരും. എങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാലും എത്രത്തോളം റെഡ്യൂസ് ചെയ്താലും അതിന് കുറച്ച് സ്പേസ് എന്തായാലും വേണം, ആ ലൈറ്റ് അങ്ങനെ ആ ഒരു പാത്ത് വഴിയൊക്കെ തന്നെ പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് DSLR ക്യാമറകൾക്ക് മിറർലെസ് ക്യാമറകളേക്കാൾ സൈസ് പൊതുവേ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് സൈസിൽ മിറർലെസ് ക്യാമറയാണ് കുറവെന്ന് പറയാൻ സാധിക്കും. കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാമറകൾ മിറർലെസ് ക്യാമറകളാണെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനി വെയിറ്റ് നോക്കുകയാണെങ്കിൽ അതേ ഇപ്പോൾ ഈ പറഞ്ഞ കേസ് തന്നെ, നമ്മുടെ മിറർലെസ് ക്യാമറകൾക്ക് തന്നെ വെയിറ്റും കുറവ്, സൈസും കുറവ്. ഇപ്പോൾ മെക്കാനിസം ഒക്കെ ഇല്ലല്ലോ മിറർലെസ് ക്യാമറയിൽ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ മിറർലെസ് ക്യാമറകൾക്ക് തന്നെയാണ് വെയിറ്റ് കുറവ്. ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും കോമ്പാക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്യാമറകൾ മിറർലെസ് ക്യാമറകളാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് മിറർലെസ് ക്യാമറയാണ്, കോമ്പാക്റ്റബിലിറ്റി എന്നുള്ള ടേം നോക്കുകയാണെങ്കിൽ തന്നെ. അടുത്തായിട്ട് നമുക്കൊരു കാര്യം പറയാവുന്നത് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എടുക്കാൻ പോകുന്ന ഫോട്ടോയുടെ ഔട്ട്പുട്ട് നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു DSLR ക്യാമറയും മിറർലെസ് ക്യാമറ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ DSLR ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നോക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് നമ്മൾ പറഞ്ഞു, നമ്മൾ ആക്ച്വൽ കാണുന്ന സാധനം എന്താണോ അതാണ് നമ്മൾ DSLR ക്യാമറയുടെ അകത്ത് കൂടെ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും, പക്ഷേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെന്തോ ഒരു സാധനം വന്നിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? എന്നാൽ മിറർലെസ് ക്യാമറയിൽ അങ്ങനെയല്ല. നമ്മൾ എടുക്കുന്ന സാധനം, നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സാധനം ലൈറ്റ് വരുന്നു, ലൈറ്റ് എന്നിട്ട് നമ്മുടെ സെൻസറിലേക്ക് പതിച്ച് അതിൽ നമ്മൾ ഷട്ടർ സ്പീഡ്, അപ്പേർച്ചർ, ISO, എക്സ്പോഷർ ട്രയാങ്കിളൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ സെറ്റിങ്സൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ടാണ് നമുക്കിനി ഷട്ടർ അടിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം കിട്ടുക. അതാണ് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിൻ്റെ പ്രത്യേകത പറയുന്നത്. നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ആണെന്നത് നമുക്ക് നോക്കുന്ന സമയത്ത് DSLR ക്യാമറയുടെ അത്ര സുഖം ഉണ്ടാവില്ല നമുക്ക് കാണാൻ. എങ്കിലും നമുക്ക് കിട്ടാൻ പോകുന്ന ഫോട്ടോയെ കുറിച്ചൊരു അവബോധം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് മിറർലെസ് ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത സെറ്റിങ്സ് ഒക്കെ തന്നെ, എക്സ്പോഷർ ട്രയാങ്കിൾ നമ്മൾ കൊടുത്ത സംഗതികളൊക്കെ തന്നെ ശരിയാണെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ, നമ്മൾ എല്ലാ ക്യാമറയിലും ഒരേപോലത്തെ വ്യൂ ഫൈൻഡർ ആയിരിക്കില്ല ഇലക്ട്രോണിക് ഒന്നും. ആ ക്യാമറയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഓരോ ക്യാമറയിലും വില കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിൻ്റെ ഡോട്ട്സും അതിൻ്റെ ക്വാളിറ്റി ഒക്കെ തന്നെ കൂടും. അപ്പോൾ ഈ ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യൂ ഫൈൻഡറിൻ്റെ അകത്ത് ഭയങ്കര ഗ്രെയിനി ആയിരിക്കും, ഗ്രെയിൻസ് വളരെ കൂടുതലായിരിക്കും എന്ന് പറയാൻ സാധിക്കും. കാരണം ലോ ലൈറ്റ് ആകുമ്പോൾ തന്നെ ISOയുടെ എമൗണ്ട് ഒക്കെ കൂടുതലായിരിക്കും. എന്താണോ സ്ക്രീനിൽ കാണുന്നത് അതേ സാധനമായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്തും കാണാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രെയിനി ആയിരിക്കും, ഒരുപാട് ഡിസ്റ്റർബൻസ് ഉള്ളതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ പൊതുവേ എല്ലാ ക്യാമറകൾക്കും ഇല്ല, ഇപ്പോൾ വരുന്ന വലിയ ഹൈ എൻഡ് ക്യാമറകൾക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം പറയാൻ സാധിക്കില്ല. എങ്കിലും കുറച്ചൊരു സ്ലോ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ കുറച്ച് സ്ലോ ആണെന്നുള്ള ഒരു പരാതി പൊതുവേ ഉയർന്നു കേട്ടിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു മൊമെൻ്റൊക്കെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു സംഗതി തടസ്സമാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ വരുന്ന ഹൈ എൻഡ് ക്യാമറകൾക്ക് ഉണ്ടെന്നല്ല പറഞ്ഞത്, കുറച്ചൊരു ചെറിയ ക്യാമറകൾക്കൊക്കെ തന്നെ ഒരു എൻട്രി ലെവൽ മിറർലെസ് ക്യാമറകൾക്കൊക്കെയാണ് ഈ ഒരു പൊതുവെ പ്രശ്നം വരുന്നത്. ഇപ്പോൾ പിന്നെ
ഒരുപാട് ഇമ്പ്രൂവ് ആയി മിറർലെസ് ഇൻഡസ്ട്രിയിൽ. ഈ മിറർലെസ് ക്യാമറകളുടെ ഒരു ഏരിയനെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ അതാണ് ഈ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിനെ കുറിച്ചും ഇതിൻ്റെ ഒരു പ്രീ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയെ കുറിച്ചൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് നോക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയെ കുറിച്ചാണ്. ബാറ്ററി മിറർലെസ് ക്യാമറകൾക്ക് പൊതുവേ DSLR ക്യാമറകളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ലൈഫ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ തന്നെയാണ്. DSLR ക്യാമറയിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ബാറ്ററി കൺസപ്ഷൻ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഗതി ഇതിലും കാണിക്കണം, സ്ക്രീനിൽ കാണിക്കണം. പിന്നെ അതല്ല, ഈ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറായിട്ട് കാണിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ബാറ്ററി കൺസപ്ഷൻ വരുന്നുണ്ട്. അതാണ് സംഗതി. ബാറ്ററി ലൈഫ് കുറവാണ് മിറർലെസ് ക്യാമറകൾക്ക്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് മെയിനായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് ബാറ്ററി ലൈഫ് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മിറർലെസ് ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ ഓൺ എന്നുള്ള ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഓൺ ആക്കിയ മുതൽ നമ്മുടെ സെൻസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാമറ തിരിച്ച് ഓഫ് ആക്കുന്നത് വരെ നമ്മുടെ സെൻസർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മിറർലെസ് ക്യാമറയിൽ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നാൽ DSLR ക്യാമറയിൽ അങ്ങനെയല്ല. നമ്മൾ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ വഴി നോക്കുന്ന സമയത്ത് നമ്മൾ ആ ക്ലിക്ക് ചെയ്ത്, കാരണം നമുക്ക് മിറർലെസ് ക്യാമറ എന്ന് പറയുന്നത് ഫുൾ ടൈം നമുക്ക് ലൈവ് വ്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുകിൽ സ്ക്രീനിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ലൈവ് വ്യൂ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഒപ്റ്റിക്കലി അല്ല. DSLR ക്യാമറയിൽ നമുക്ക് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിൽ ആക്ച്വലി നമ്മൾ കാണുന്ന സാധനമാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് DSLR ക്യാമറയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു സമയത്ത് മാത്രമേ നമ്മുടെ സെൻസർ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ മിറർലെസ് ക്യാമറയിൽ നമ്മൾ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് വരെ ആ സെൻസർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതും ബാറ്ററി ലൈഫ് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാറ്ററി ലൈഫ് കുറവാണ്. പിന്നെ ഇപ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ പറയുന്ന ഹൈ എൻഡ് മോഡലുകളൊക്കെ തന്നെ ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്നുണ്ട്. DSLRൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആൽഫ 1 എന്ന് പറഞ്ഞ ക്യാമറയും അതിനൊക്കെ തന്നെ നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. സോണിയൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. ഹൈ എൻഡ് ക്യാമറകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ ആൽഫ 6600 എന്ന് പറഞ്ഞ ക്യാമറ നമുക്കറിയാം, നമ്മുടെ ചാനലിൽ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ക്യാമറയിലൊക്കെ തന്നെ 7 സീരീസിലെ ബാറ്ററി യൂസ് ചെയ്തിരുന്നത്. നമ്മൾ 6 സീരീസിൽ യൂസ് ചെയ്യുന്നത് NP FW50 ടൈപ്പ് ബാറ്ററിയാണ്. എന്നാൽ ഈ 6 സീരീസിലെ ഈ ഒരു 6600 NP FZ100 ടൈപ്പ് ബാറ്ററി യൂസ് ചെയ്യുന്നത്. 7 സീരീസിലെ അതിൻ്റെ ഒരു ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നല്ല ബാറ്ററി ലൈഫ് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പൊതുവെ കുറവാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ട്. കമ്പനീസൊക്കെ തന്നെ ആ ഒരു പ്രശ്നം പരിഹരിച്ച് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു മിറർലെസ് ക്യാമറ DSLR ക്യാമറയുടെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി നമ്മൾ വീഡിയോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത് മിറർലെസ് ക്യാമറകളാണെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, മിറർലെസ് ക്യാമറകൾക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. DSLR ക്യാമറകളാണെങ്കിൽ ചെറിയൊരു ഹണ്ടിങ് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഹൈ എൻഡ് DSLR ക്യാമറകളിലൊന്നും ഈ ഒരു പ്രശ്നം വരില്ല. ഹൈ എൻഡ് DSLR ക്യാമറകൾ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിറർലെസ് ക്യാമറകൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ബേസിക് മോഡലിൽ പോലും 4K നമുക്ക് അവൈലബിൾ ആണ്. മിറർലെസ് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ എൻട്രി ലെവൽ DSLRകളിൽ പോലും നമുക്ക് 4K കേപ്പബിലിറ്റി എനേബിൾഡ് ആണ്. 4K 30 ഫ്രെയിംസ് ഒക്കെ തന്നെ എനേബിൾഡ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ 4K ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബേസിക് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ, ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടൊരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമുക്ക് 4K ഒക്കെ തന്നെ മിറർലെസ് ക്യാമറകളിൽ എൻട്രി ലെവൽ മിറർലെസ് ക്യാമറകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ മിറർലെസ് ക്യാമറകളിൽ നമുക്ക് ലൈവ് വ്യൂ നമ്മുടെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വെയിലത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ DSLR ക്യാമറ ആണെങ്കിൽ പൊതുവേ തുണിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, നമുക്ക് കാണുന്നില്ല, വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആക്ച്വൽ വ്യൂ തന്നെയാണ് അതിൻ്റെ അകത്തും കാണുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വഴി നമുക്ക് എവിടെ എങ്ങനെ മണിച്ച് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. സോ അതും മിറർലെസ് ക്യാമറയുടെ ഒരു ബെനിഫിറ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ ഇമേജ് സെൻസറിൻ്റെ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. നമുക്ക് DSLR ക്യാമറയുടെ ഒന്നുകൂടി ഇമേജ് നമ്മുടെ സെൻസർ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ നേരത്തെ മെക്കാനിസം പറഞ്ഞപ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, നമ്മുടെ സെൻസറിൻ്റെ മുന്നിൽ ഷട്ടർ, അതിൻ്റെ മുന്നിൽ നമുക്കൊരു പെൻഡാപ്രിസം, അങ്ങനത്തെ പെൻഡാപ്രിസം അല്ല, നമ്മുടെ റിഫ്ലക്സ് മിററൊക്കെ തന്നെ അതിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ സെൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ സെൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ സാധനത്തിൽ അതിലൊരു കേട് വന്നാലും പ്രശ്നമാണത്. എങ്കിലും സെൻസർ നേരിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ മിറർലെസ് ക്യാമറകൾ നമ്മൾ ലെൻസ് ഊരുടഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ സെൻസർ കാണാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞു വന്നത്. പിന്നെ നമ്മളെ കാനോണിൻ്റെ EOS R5 അങ്ങനത്തെ ക്യാമറകളിലൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലെൻസ് എടുക്കുമ്പോഴൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ടർ അടയുക, അല്ലെങ്കിൽ അതിന് മുന്നിലൊരു കവർ ചെയ്തുകൊണ്ടുള്ളൊരു പ്രൊട്ടക്ഷൻ എനേബിൾഡ് ആയിട്ടുണ്ട്. അതും ഹൈ എൻഡ് ക്യാമറകളാണ്. അപ്പോൾ അതും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധി വരെ DSLRൻ്റെ ഒപ്പം മിറർലെസ് ക്യാമറകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി ലൈഫ് ആയാലും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അതൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുമെങ്കിലും നമ്മൾ ഒരു ബേസിക് ലെവലിൽ ആലോചിക്കുന്ന സമയത്ത്, എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ഈ ഒരു സംഗതി
കുറച്ചൊരു പ്രൊട്ടക്ഷൻ, ഇമേജ് സെൻസറിന് കുറച്ചൊരു പ്രൊട്ടക്ഷൻ കിട്ടുക നമുക്ക് DSLR ക്യാമറയിലാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഫ്രെയിം റേറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ DSLR ക്യാമറകളേക്കാൾ കൂടുതൽ കണ്ടിന്യൂസ് ഫ്രെയിം റേറ്റ് നമുക്ക് തരാൻ സാധിക്കും മിറർലെസ് ക്യാമറകൾക്കാണ്. കാരണം അതിൽ പ്രത്യേകിച്ച് ഈ മറ്റേ റിഫ്ലക്സ് മിറർ മുകളിലേക്കും ചോട്ടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരിട്ട് ലൈറ്റ് വരികയാണ്, ആ ഷട്ടർ മാത്രം അടിച്ചാൽ മതി. അതാണ്. പിന്നെ ഇലക്ട്രോണിക് ഷട്ടർ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. മിറർലെസ് ക്യാമറകളിൽ ഇലക്ട്രോണിക് ഷട്ടർ ഉണ്ടായിരിക്കും. പിന്നെ DSLR ക്യാമറകളൊക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രെയിം റേറ്റ് നമുക്ക് തരാൻ സാധിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഡ്രൈവ് കണ്ടിന്യൂസ് ബേസ്റ്റ് മോഡൊക്കെ തന്നെ നമുക്ക് തരാനായിട്ട് സാധിക്കുക മിറർലെസ് ക്യാമറകൾക്കാണ്. നമ്മുടെ ആൽഫ ക്യാമറകളൊക്കെ നോക്കുകയാണെങ്കിൽ 11 ഫ്രെയിംസ് പെർ സെക്കൻഡൊക്കെയാണ് കിട്ടുക. അതേ സ്ഥാനത്ത് അതേ വിലയുള്ള ഒരു നിക്കോണ്ട ക്യാമറ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന D560 നോക്കുകയാണെങ്കിൽ തന്നെ അതിന് 5 ഫ്രെയിംസ് നമുക്ക് കിട്ടുള്ളൂ. ഏകദേശം ഈ റേഞ്ച് തന്നെയാണ് നമ്മുടെ 6000 ഒക്കെ തന്നെ വരുന്നത്. 6000, 6100 ഇതിലൊക്കെ തന്നെ 11 ഫ്രെയിംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽഫ 1 എന്ന് പറഞ്ഞ ക്യാമറ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബ്ലാക്ക് ഔട്ട് ഫ്രീ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പ് കളർ വരുന്നത്. അതുപോലും ആ ക്യാമറയുടെ അകത്തില്ല, അതൊക്കെ അവർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് അതിൽ ഇലക്ട്രോണിക് ഷട്ടർ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പോയ പോക്ക് കണ്ടില്ലേ, 30 ഫ്രെയിംസ് നമുക്കൊരു സെക്കൻഡിൽ ചട്ടപ്പട അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് മിറർലെസ് ക്യാമറയുടെ കണ്ടിന്യൂസ് ഫ്രെയിം റേറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ കോസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ DSLR ക്യാമറ നോക്കുകയാണെങ്കിൽ DSLR ക്യാമറയിൽ നമുക്ക് കൂടുതൽ ആക്സസറീസ് അവൈലബിൾ ആണ്. കാരണം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ട്രെൻഡാണ് DSLR എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആക്സസറീസ് ഒരുപാട് കൂടുതലാണ്. വില എന്നാൽ അത്ര ഇല്ല, ഇനി കുറച്ച് വിലയൊക്കെ കുറവാണ്. അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആക്സസറീസിൽ ലെൻസിനൊക്കെ തന്നെ വില കുറവാണ്. എന്നാൽ മിറർലെസ് ക്യാമറകൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെൻസുകളും അതിൻ്റെ ആക്സസറീസൊക്കെ അവൈലബിലിറ്റി കുറവാണ്. ഉള്ള സാധനങ്ങളൊക്കെ തന്നെ വില കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി DSLR ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ വില കൂടുതലാണെന്നും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആക്സസറീസിൻ്റെ അവൈലബിലിറ്റി, പ്രൈസ് എന്നീ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ടുള്ളത് DSLR ക്യാമറയാണെന്ന് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ രണ്ട് ക്യാമറകൾ, DSLR ക്യാമറയുടെയും മിറർലെസ് ക്യാമറയുടെയും ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഡിഫറൻസുകളൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത് DSLR ക്യാമറയും മിറർലെസ് ക്യാമറയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെക്കാനിസത്തെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു, പിന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഒരു ക്യാമറ ഒക്കെ വാങ്ങാൻ നോക്കുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പുതിയ ക്യാമറ ഒക്കെ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ മിറർലെസ് വേണോ DSLR വേണോ എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇണങ്ങിയ ക്യാമറ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം ലെങ്ത് കൂടി വീഡിയോ എങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റ് വഴി അറിയിക്കുക, നമ്മൾ അറിയുന്ന പോലെയൊക്കെ തന്നെ തീർത്തരുന്നതാണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ഈ ഒരു സംഗതി നോക്കി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ക്യാമറയൊക്കെ വാങ്ങാൻ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വിലയിരുത്തതിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും ഞാൻ പറയാനായിട്ടുള്ളത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.